നമഃശിവായ. ജഗജ്ജനനി മാതാ അമൃതാനന്ദമയി ദേവി. അമ്മയുടെ ഭാവദർശന കാലത്ത് എതിരാളികൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റി എന്ന സംഘടനയുടെ കീഴിൽ വിനാശ പ്രവർത്തനം ഉഷാറാക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. സുഭഗന്റെ മരണം, അമ്മയുടെ ആങ്ങളയുടെ മരണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് നവോന്മേഷം നൽകി. എതിർപ്പ് കൂടുതൽ ഉഗ്രമായി. സുഭഗന്റെ ശവം കാണാൻ വന്നവർ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ അമ്മയെ തെറിവിളിക്കാനാണ് തിരഞ്ഞത്. പല ക്ഷേത്ര കമ്മിറ്റികളും യുവാക്കളും ചേർന്നാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന കമ്മിറ്റി എന്ന സംഘടന രൂപം കൊണ്ടത്. അവിടെയുള്ള വള്ളിക്കാവ്, ആദിനാട്, പറയക്കടവ്, ചെറിയഴീക്കൽ, അഴീക്കൽ തുടങ്ങിയ സ്ഥലത്തുകാരെല്ലാം അതിൽ ചേർന്നിരുന്നു. 1000ഓളം ചെറുപ്പക്കാർ അങ്ങനെ ഒത്തുകൂടി. അവർ കൂട്ടമായി വന്ന് കളരിയിലെ ദീപാരാധന സമയത്ത് മുദ്രാവാക്യങ്ങൾ വിളിച്ചു തുടങ്ങി. സംയമനം പാലിക്കാൻ അമ്മ ഭക്തരോട് നിർദ്ദേശിച്ചു. അവർ അത് സർവാത്മന അനുസരിച്ചു. എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും ഭക്തന്മാർ എല്ലാം നിശബ്ദമായി സഹിച്ചു. അമ്മയ്ക്ക് സ്വൈര്യമായി വഴിയെ നടക്കാൻ പോലും അന്നൊക്കെ സാധിക്കുകയില്ലായിരുന്നു. സുഗുണച്ചന് സുഖമില്ലാതെ കൊല്ലത്ത് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് പലപ്പോഴും വെളുപ്പാൻ കാലത്ത് ആശുപത്രിയിലേക്ക് പോകണമായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിലും തെമ്മാടികൾ ശല്യപ്പെടുത്താൻ കാത്തിരിക്കുമായിരുന്നു. സുഭഗന്റെ മരണത്തോടെ ബന്ധുജനങ്ങളെല്ലാം വെറുത്തു. അവർ തികഞ്ഞ നിസ്സഹകരണം പാലിച്ചു. വിവാഹത്തിനോ മറ്റു പൊതുകാര്യങ്ങൾക്കോ ഇടമണ്ണേൽക്കാരെ പങ്കെടുപ്പിക്കാതെയായി. സുഭഗൻ മരിച്ചപ്പോൾ ബന്ധുക്കൾ ഇടമണ്ണയിൽ കയറിയില്ല. കടൽ തീരത്ത് വന്ന് അവർ കർമ്മം ചെയ്തിട്ട് പോയി. എങ്ങനെയും സുധാമണിയെയും വീട്ടുകാരെയും നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശി എതിർച്ചേരിക്കാരിൽ വളർന്നു വന്നു. അവർ കലക്ടർക്കും മറ്റും ധാരാളം പേർ ഒപ്പിട്ട ഭീമഹർജി സമർപ്പിച്ചു. പോലീസും രഹസ്യ പോലീസും അന്വേഷണത്തിനെത്തി. വന്നവരെല്ലാം അമ്മയുടെ ഭക്തന്മാരായിട്ടാണ് മടങ്ങിയത്. അപ്പോൾ കൈക്കൂലി കൊടുത്ത് പോലീസിനെ വശപ്പെടുത്തിയതാണെന്ന് വിരോധികൾ പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ടും ഭക്തജനത്തിരക്കിന് കുറവുണ്ടായില്ല. തരം കിട്ടിയാൽ അമ്മയെ കയറിപ്പിടിച്ച് അപമാനിക്കാനുള്ള ശ്രമവും എതിരുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈശ്വരകൃപയാൽ ആ പരിപാടികളെല്ലാം ദുഷ്ടബുദ്ധികളുടെ മനക്കോട്ടകൾ മാത്രമായി അവശേഷിച്ചു. പിന്നെ എതിരാളികൾ ഇടയ്ക്ക് അമ്മയെ പരീക്ഷിക്കാനായി മാല പോയി, കമ്മല് പോയി എന്നെല്ലാം നുണ പറഞ്ഞും കൊണ്ട് വന്നു തുടങ്ങി. പക്ഷേ അവരെല്ലാം തോറ്റു പിൻവാങ്ങി. ഇതെല്ലാം കണ്ടും കേട്ടും സുഗുണച്ചന് സഹിക്കെട്ട് ഒരു ദിവസം അദ്ദേഹം ഭാവത്തിനു ദേവിയോട് പറഞ്ഞു, ആളുകൾ എന്നെ മകനെ നശിപ്പിച്ച കൊലയാളി എന്ന് നിന്ദിക്കുന്നു. ഇത് സങ്കടമാണ്. തെറ്റു ചെയ്യുന്നവരെ അമ്മച്ചി ശിക്ഷിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്നത്തെ ശത്രു നാളെ ബന്ധുവാകും. പിന്നെ ആരെ ശിക്ഷിക്കും? നോക്കിക്കൊള്ളൂ. ഇന്ന് എതിർക്കുന്നവർ തന്നെ വന്ന് വീട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകും. എല്ലാം വിധിക്ക് അധീനമാണെന്ന് ആശ്വസിക്കുക. ഒരു മകൻ പോയെങ്കിൽ നിങ്ങൾക്ക് വേറെ 1000 മക്കൾ വരും. മകൻ മരിച്ച ദുഃഖം കൊണ്ട് കരഞ്ഞ ദമയന്തി അമ്മയോട് ഒരു ദിവസം ഭാവസമയത്ത് അമ്മ പറഞ്ഞു, ദുഃഖിക്കേണ്ട. ഭാവിയിൽ ഇവിടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം മക്കൾ വന്നു ചേരും. അവരെ സ്വന്തം മക്കളായി സ്നേഹിക്കുക. ആധ്യാത്മിക ജീവിയാണെങ്കിലും സാഹചര്യത്തിൻ്റെ പ്രേരണയാൽ കുടുംബകാര്യങ്ങളിലും അമ്മയ്ക്ക് ശ്രദ്ധിക്കേണ്ടി വന്നു. ആത്മീയ അന്വേഷകർ കുടുംബം വിട്ട് ഗുരുവിനെ അന്വേഷിച്ച് പോകാറാണ് പതിവ്. എന്നാൽ അമ്മ തൻ്റെ വീട് തന്നെ ആശ്രമമാക്കി. അമ്മയെപ്പോലെ വേറെ ഒരു സദ്ഗുരുവും ഉണ്ടാകില്ല. വേണ്ടി വന്നാൽ കുടുംബത്തോടുള്ള കർത്തവ്യം ആത്മീയ ജീവികൾ എങ്ങനെ നിറവേറ്റണമെന്ന് അമ്മ മാതൃക കാണിക്കാൻ മറന്നില്ല. ഹരി ഓം നമഃ ശിവായ.